ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നോർമൽ ചിക്കൻ കറിയല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഈ ജീരകക്കോഴിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ എൻ്റെ ഒരു വേർഷൻ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക. സാധാരണ നമ്മൾ പച്ചമല്ലി, കുരുമുളക്, നല്ല ജീരകമൊക്കെ അരച്ചിട്ടാണ് ചേർക്കുക. ഞാനിവിടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല ജീരകം കുറച്ച് കഴുകി വാർത്ത് ഇതെല്ലാം മിക്സിയിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇത് തലേ ദിവസം തന്നെ ചെയ്യൂ കേട്ടോ. ഞാൻ രാവിലെ ഈ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ചിക്കൻ മുറിച്ച് കഴുകി അതിൽ ഇതെല്ലാം അരച്ച് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് മസാലകളൊക്കെ, അതാണ് ഞാൻ ഉപ്പും ചേർത്ത് അരയ്ക്കുന്നത് നിങ്ങൾ കണ്ടത്. പിന്നെ ചിക്കനിൽ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കും. എന്നാൽ രാവിലെ എളുപ്പമാവും, രാവിലെ എണീറ്റ് ഉടനെ കുക്ക് ചെയ്യാൻ എളുപ്പമാവും ചെയ്യും. ഇത്രയും സമയം മെനക്കെടണ്ടല്ലോ. അതുമാണ്. അതേപോലെ തന്നെ ചിക്കനിൽ ഈ ഗ്രേവി നല്ലപോലെ പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ കുക്കറിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ എല്ലാ മസാല അതിനകത്ത് പിടിക്കാത്ത പോലെയൊക്കെ ഒരു ഫീലാണ്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ നമ്മളിങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് മസാല നല്ലപോലെ അതിൽ ഇറങ്ങിയ പോലെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ മസാല പുരട്ടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഒരുവിധം എല്ലാ പണിയും ഞാൻ രാത്രി ചെയ്തു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് രാവിലെ നേരത്തെ എണീക്കുന്നത് പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡ് ഷോപ്പ് അടച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും 10:30-11 മണിയാവും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് 12-12:30 ആവും. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്. 5:45, 6 മണി ആ സമയത്താണ് ഞാൻ എണീക്കുക ദിവസം. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് പണി കഴിയണ്ടേ. അപ്പോൾ അത് കുഴച്ച് വെച്ചു. പിന്നെ തലേ ദിവസം തന്നെ രാത്രി തന്നെ അതിലേക്കുള്ള ഉള്ളി, ചെറിയ ഉള്ളി ആയതുകൊണ്ട് രാവിലെ നന്നാക്കുമ്പോൾ ഒരുപാട് സമയം, ചെറിയ ഉള്ളിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അവിടെ ഇരുന്ന് നന്നാക്കി വെച്ചു. ഇനിയിപ്പോൾ രാവിലെ ആയാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചിക്കൻ കറി എല്ലാം കുക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ, ബാക്കി എല്ലാം റെഡിയാണ്. രാത്രി തന്നെ ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് വിസിൽ വരേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കുക്കറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒറ്റ കൈ കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ മോനൊന്നും എണീക്കുകയില്ല. മോൻ പോകുന്നതിന് 8 മണി 8:30 വണ്ടി വരും, 8:10 വണ്ടി വരിക. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ അവൻ എണീക്കുകയുള്ളൂ. 7:15 ആകുമ്പോഴേക്കേ എണീക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം കുക്കറിലായിട്ടുണ്ട്. ഇനി അത് ഒരു 3-4 വിസിൽ വന്നത്. ആ സമയം ഞാൻ പത്തിരിയാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ പത്തിരി പൊടിക്കുള്ള വെള്ളം വാട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നോർമൽ, ചിലർ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുന്നു തോന്നുന്നുണ്ട്. എനിക്കതങ്ങനെ അറിയില്ല. അത് ഞാൻ ചപ്പാത്തിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. പത്തിരി ആകുമ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പൊടിയിട്ട് പിന്നെ വാട്ടുകയാണ് ചെയ്യുക. വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എന്നാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പത്തിരിപ്പൊടി വാട്ടുക. ഇതാണ് ഈ രാവിലെ ഈ പത്തിരിപ്പണിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അമ്മ പത്തിരിപ്പൊടി പച്ചരി ഉണക്കി പൊടിച്ച് പൊടി തരിക ചെയ്യാമെന്ന്. അതാ ഈ ഒരു ബോട്ടിൽ നിറയെ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ കുത്തപ്പം ചുടുക ഈ എളുപ്പത്തിന്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പത്തിരി ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പൊടിയെടുത്ത് വാട്ടിയത്. ഇനിയിപ്പോൾ ഈ പൊടി ചൂടാറുന്ന സമയത്ത് വേറെ ഉണ്ട് പണികൾ. എന്താണെന്ന് വെച്ചാൽ, മോന് ചിക്കൻ കറി ഉള്ള ദിവസം മോൻ പറയും നെയ്ച്ചോറ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്, സാദാ ചോറിന് പകരം. അപ്പോൾ എനിക്ക് അത് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ചെറിയൊരു പാത്രത്തിൽ ഒരു കുഞ്ഞൊരു കപ്പുണ്ട്, ഒരു കുട്ടി കപ്പുണ്ട്. അതിനകത്തുള്ള അളവിന് മാത്രം അരി മതി അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞി പാത്രത്തിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. അതും ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് കുക്ക് ചെയ്യാറ്. പിന്നെ അരി നെയ്യിലേക്ക് ചായൻ്റെ വെള്ളം തിളയ്ക്കുന്നുണ്ട്, ഇപ്പുറത്ത് പാലും വെള്ളം കൂടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, നെയ്യിലേക്ക് അരി അങ്ങോട്ട് ഇടുക ചെയ്യുക, അങ്ങോട്ടിട്ടൊന്ന് വഴറ്റും. അപ്പോൾ എനിക്ക് അരി കട്ട പിടിക്കാത്ത പോലെ ഫീൽ ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഞാൻ ഡബിള് വെള്ളം ഒഴിച്ച് അവിടെ മൂടി വെക്കും, ഉപ്പും ചേർത്ത് അവിടെ മൂടി വെച്ചാൽ അവന് മാത്രം മതി. എന്നാൽ തന്നെ അത് അധികം, ബാക്കി അവൻ വൈകുന്നേരം വന്നാൽ കഴിച്ചോളൂ. അപ്പോൾ ചിക്കൻ കറി ഒരു ഭാഗത്ത് നിന്ന് വേവുന്നുണ്ട്, നെയ്ച്ചോറാവുന്നുണ്ട്.
അതേപോലെ അങ്ങനെ ചായപ്പണിയിലേക്ക് ഇപ്പോൾ ഇത് നെയ്ച്ചോറ് ഒരു തുടങ്ങുന്നതിന് മുന്നേ തന്നെ പിന്നെ ഞാൻ മോനെ പോയി വിളിച്ചു. കാരണം എനിക്ക് വീണ്ടും ഞാൻ പ്രസ്സിലാണ് പത്തിരി പരത്തുക. അപ്പം പത്തിരി പരത്തുന്നതും ചുടുന്നതും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നത് കാരണം, ഒറ്റയ്ക്ക് ഒരുമിച്ച് അവിടെ തന്നെ നിന്ന് ചെയ്യുന്ന കാരണം പിന്നെ ഇടയിൽ മോനെ വിളിക്കാൻ പോകാനൊന്നും കഴിയില്ല. അപ്പം മോനെ ഇവിടെ ഉരുളകളൊക്കെ ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ മോനെ വിളിക്കാൻ പോയത്. അങ്ങനെ പത്തിരി ചുടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പണി അങ്ങനെ കഴിഞ്ഞു. കറിയും ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കുക്കർ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പത്തിരീൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം കറി വറവിടാൻ. അപ്പോൾ ആ പണിയും കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം വലുതായിട്ടാണ് പത്തിരി പരത്തുക. എന്നാൽ പെട്ടെന്ന് ചുട്ട് കഴിഞ്ഞോളുമല്ലോ. അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ടാണ് പത്തിരി പരത്തി ചുടുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കറി ചുവന്നുള്ളിയിലാണ് കറി വറവിടുക. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇനി ആ കറി വറവിട്ട് കഴിഞ്ഞാൽ ഈ വറവിടുന്ന സമയത്ത് ചുവന്നുള്ളീൻ്റെ കൂടെ കറിയിൽ പോരാത്ത എല്ലാ സംഭവങ്ങളും ഞാൻ ഇടും. ഈ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് എരിവ് കുറവുണ്ടായിരുന്നു, കുറച്ച് കുരുമുളക് ചേർത്തു, പിന്നെ ഗരം മസാലപ്പൊടി ചേർക്കും, ഉപ്പ് ചേർത്തു. ഇനി മല്ലീൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ഈ സമയത്ത് ചേർക്കാം. പക്ഷേ എനിക്ക് മല്ലിപ്പൊടീൻ്റെ കുറവ് പോലെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ഈ സമയത്ത് ചേർത്തത്. അപ്പോൾ ഗരം മസാല ഓപ്ഷണലാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് മുന്നേ ഞാൻ മീഷോന്ന് ഫ്ലിപ്കാർട്ട് മീഷോന്ന് വാങ്ങിയൊരു കണ്ടെയ്നറാണിത്. ഇത് നല്ല ഇഷ്ടമായി. കുറച്ച് സാധനങ്ങൾ, അതായത് സാമ്പാർ പൊടിയും ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി നമ്മൾ ഒരുപാട് സൂക്ഷിക്കില്ലല്ലോ. കുറച്ചൊരു 100-200 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ വലുപ്പമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പാത്രം. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതി വെച്ചിട്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഗരം മസാലപ്പൊടി എടുത്ത് ചേർത്തത്. അപ്പോൾ ഇതാ നമ്മളെ വറവ് റെഡിയായി. അതിലേക്ക് ആ ചിക്കൻ കറി കുക്കറിൽ വെന്തത് ഒഴിച്ച് കഴിഞ്ഞിട്ട് മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുത്ത്. മല്ലിയില എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ചേർത്തതാണ്. പൊതുവേ ഉണ്ടാവാറില്ല കറിവേപ്പില. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കറിവേപ്പിലിൻ്റെ നല്ലൊരു വലിയൊരു മരമുണ്ട് മുറ്റത്ത്. അപ്പോൾ മല്ലിയില എപ്പോഴെങ്കിലല്ലേ കയ്യിലുണ്ടാവുള്ളൂ. ഉള്ളത് കൊണ്ട് ചേർത്താൽ നല്ലതാണ്. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ നമ്മളെ കയ്യിൽ. അപ്പോൾ എൻ്റെ കറി ഏകദേശം നല്ല മുഴുവനായിട്ട് സെറ്റായി കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ കറിയായി, പത്തിരിയായി, മോന് കൊണ്ടുപോകാനുള്ള നെയ്ച്ചോറായി. രാവിലത്തെ പണികളെല്ലാം ഏകദേശം 7:30 ആയപ്പോഴത്തേക്ക് എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഇനി അവന് ചായ കൊടുക്കണം, അതേപോലെ തന്നെ ടിഫിൻ പാത്രത്തിലാക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ലഞ്ച് പിന്നെ പാത്രത്തിലാക്കണം. ഇത്രയൊക്കെ ഉള്ളൂ പണി. അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർക്കൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ പണികളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണേ. ഓക്കെ, അപ്പം വേറൊരു വീഡിയോയിലുമായി പിന്നീട് വീണ്ടും നമുക്ക് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.